സമുദ്രത്തിൻ്റെ ഇരുണ്ട അന്ധതയിൽ 13,000 അടി ആഴത്തിൽ 19 രാജ്യങ്ങൾ വളരെ വലിയൊരു യുദ്ധം നടത്തുകയാണ്. തങ്ങളുടെ രാജ്യത്തെ നാഗരികരെ പോലും അറിയിക്കാതെ എന്താണ് അവർ വാസ്തവത്തിൽ സമുദ്രത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത്? നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ക്ലാരിയൻ സോൺ എന്ന ഈ പ്രദേശമാണ് വാസ്തവത്തിൽ യുദ്ധഭൂമി. ഈ ഒരു പ്രദേശത്തിന്റെ വലിപ്പത്തെപ്പറ്റി പറഞ്ഞാൽ ഏകദേശം 25 UK നിങ്ങൾക്ക് ഈ ഒരു സോണിൽ ഫിറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശം മാത്രം? അങ്ങനെ എന്താണ് ഈ ഒരു പ്രദേശത്തുള്ളത്? സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു പ്രദേശം. എങ്കിൽ കൂടിയും വ്യത്യസ്തങ്ങളാർന്ന രാജ്യങ്ങൾ ബില്യൺസ് ഓഫ് ഡോളേഴ്സ് സ്പെൻഡ് ചെയ്താണ് ഇവിടെ വ്യത്യസ്തങ്ങളാർന്ന മിഷനുകൾ കണ്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. നാനോ റോബോട്ട്സുകളുടെ സഹായത്തോടെ സമുദ്രത്തിന്റെ ഉള്ളിലെ കല്ലുകളെ എക്സ്ട്രാക്ട് ചെയ്ത് അവ മുകളിലേക്ക് എത്തിക്കുന്നു. ഇത്രയധികം പണവും സമയവും സ്പെൻഡ് ചെയ്ത് എന്തിനാണ് ഈ ഒരു സ്പെസിഫിക് പ്ലേസ് മാത്രം ചൂസ് ചെയ്യപ്പെട്ടത്? ക്ലാരിയൻ സോൺ വളരെയധികം ഫേമസ് ആണ് ഡീപ് സീ മൈനിങ്ങിന്. അതായത് ഈ ഒരു പ്രദേശത്ത് ഏകദേശം 17 മുതൽ 18 ട്രില്യൺ ഡോളേഴ്സിൻ്റെ വെൽത്താണ് അക്യുമുലേറ്റ് ആയി കിടക്കുന്നത്. അതെ, വളരെ ഹ്യൂജ് എമൗണ്ട് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇന്ന് ഈ പ്രദേശത്ത് ലഭ്യമായതും ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളതുമായ മെറ്റൽസ് ആണ് മാംഗനീസ്, നിക്കൽ ആൻഡ് കൊബോൾട്ട്. ഏകദേശം 75 മുതൽ 85% വരെ ഈ മെറ്റൽസിൻ്റെ അവൈലബിലിറ്റി നിങ്ങൾക്ക് ഈ പ്രദേശത്ത് കാണാൻ സാധിക്കും. ഇവയെല്ലാം നിർമ്മിക്കപ്പെടുന്നത് ഒരൊറ്റ സോഴ്സിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ഒരൊറ്റ കല്ലിൽ നിന്നുമാണ്. ഈ കല്ലുകളെ നാം വിളിക്കുന്നത് പോളി മെറ്റാലിക് മൊഡ്യൂൾസ് എന്നാണ്. ഈ കല്ലുകൾ രൂപപ്പെടാൻ വളരെ നീണ്ട കാലഘട്ടങ്ങളെടുക്കും. അതെ, നാച്ചുറലി രൂപപ്പെടുന്ന ഇവ വളരെ വലിയ തോതിലുള്ള മിനറൽസും മെറ്റൽസുമാണ് തങ്ങളുടെ ഉള്ളിൽ ക്യാരി ചെയ്യുന്നത്. മെറ്റൽസും മിനറൽസും സ്ലോലി ഡെപ്പോസിറ്റ് ആയി വരുന്നത് കൊണ്ട് തന്നെ ഇവ വളരെ പ്രഷ്യസ് ആണ്. 90 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിൽ സ്പ്രെഡായി കിടക്കുന്ന ഇവയുടെ ഏകദേശം വെയിറ്റ് എന്നത് 2100 കോടി ടണ്ണാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സീക്രട്ട് വാർ ഇന്ന് നടന്നു പോകുന്നത്. ആർക്കായിരിക്കും ഈ ഒരു നിധി ലഭിക്കുക? ഇങ്ങനെ ഒരു നിധി അവിടെ നിന്ന് എടുക്കുന്നതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? കടലിൻ്റെ ഇക്കോസിസ്റ്റത്തെ മാത്രമല്ല, എൻ്റെയും നിങ്ങളുടെയും എല്ലാം ജീവിതത്തെ പോലും ഒരുപക്ഷെ ഇത് ബാധിച്ചേക്കാം. എന്നാൽ രാജ്യങ്ങളായ രാജ്യങ്ങൾ എന്ത് കാരണത്താലാണ് ഇത്ര വേഗത്തിൽ ഈ കല്ലുകളുടെ പിന്നാലെ പോകുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒരു വേർഡിൽ പറഞ്ഞാൽ ദ ഗ്രീൻ എനർജി റവല്യൂഷൻ എന്ന് പറയേണ്ടതായി വരും. ഗ്ലോബൽ വാർമിങ്ങിനെതിരായി നമ്മുടെ രാജ്യങ്ങളെല്ലാം ഫൈറ്റ് ചെയ്യുകയാണെന്ന് നമുക്കറിയാം. സോളാർ പാനൽ, വിൻഡ് ടർബൈൻസ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇവയെല്ലാം ചലിപ്പിക്കുന്നതിന് നമുക്ക് ഗ്രീൻ എനർജിയുടെ ആവശ്യമുണ്ട്. ഇവയെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന മിനറൽസ് ആണ് മുൻപ് ഞാൻ സൂചിപ്പിച്ചവ. ഏകദേശം 2050 ആകുമ്പോഴേക്കും നിക്കോളിൻ്റെയും കൊബാൾട്ടിൻ്റെയും ഡിമാൻഡ് ഏകദേശം 500 മടങ്ങിലധികം ഉയരും. എന്നാൽ ഇന്ന് കരയിൽ സ്ഥിതി ചെയ്യുന്ന മൈനിങ് റിസോഴ്സിന് ഈ ആവശ്യങ്ങളെ ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ കഴിയുകയില്ല. ലാൻഡിനെ അപേക്ഷിച്ച് സീ ബെഡ്സിൽ ഈ മിനറൽസിൻ്റെ അളവെന്നത് ഏകദേശം 1000 മടങ്ങ് കോൺസെൻട്രേറ്റഡ് ആണ്. ഇവയെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഏകദേശം 150 മില്യൺ ഇലക്ട്രിക് കാറുകളെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു മൈനിങ് സൈറ്റിൽ നിന്ന് തന്നെ ജപ്പാനിലെ മുഴുവൻ കാർ ഇൻഡസ്ട്രിയെ തന്നെ നമുക്ക് ഇലക്ട്രിഫൈ ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ ഇതിനു പുറമെ ഇന്ന് ലാൻഡ് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മൈനിങ് റിസർവ്സ് ചില പ്രത്യേക രാജ്യങ്ങളുടെ കയ്യിൽ മാത്രമാണ്. അതായത് ചൈന പോലെയുള്ള രാജ്യങ്ങളാണ് ഈ റിസർവ്സിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുമാത്രമല്ല, മറിച്ച് പൊളിറ്റിക്കലി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള പല രാജ്യങ്ങളിലും നിങ്ങൾക്ക് ഈ റിസർവ്സ് ഇന്ന് കാണുവാൻ കഴിയും. ഈ ഒരു ഡിപ്പെൻഡൻസിയിൽ നിന്നും രക്ഷപ്പെടാനാണ് വെസ്റ്റേൺ നേഷൻസ് ആയ അമേരിക്കയും യൂറോപ്പുമെല്ലാം ഇങ്ങനെ ഒരു മാർഗം സ്വീകരിക്കുന്നത്. പക്ഷേ ഇവരുടെ ഈ ഒരു റേസിൽ ഇപ്പോഴുള്ള എക്കോസിസ്റ്റത്തെ നശിപ്പിച്ചല്ലേ ഇവർ മറ്റൊരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് ഭൂമിയെ വീണ്ടും പച്ചപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി നാം ചെയ്യുന്ന പ്രവൃത്തിയിൽ സമുദ്രമാണ് ഇരുണ്ടു പോകുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നാച്ചുറലി നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ളൊരു ചോദ്യമായിരിക്കും, സമുദ്രത്തിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം ആരാണ് വാസ്തവത്തിൽ കൺട്രോൾ ചെയ്യുന്നത്? ഈ കണ്ടെത്തുന്ന റീസോഴ്സസിലെല്ലാം ആർക്കാണ് വാസ്തവത്തിൽ അധികാരം? ഇതിനുള്ള ഉത്തരം 1982 യുണൈറ്റഡ് നേഷൻസ് നൽകിയിരുന്നു. ഉൻക്ലോസിന്റെ നിയമം അനുസരിച്ച് രാജ്യത്തിന്റെ ബൗണ്ടറിക്ക് വെളിയിലുള്ള പ്രദേശങ്ങൾ ദി കോമൺ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമൻ കൈൻഡ് എന്നറിയപ്പെടും. ഈ പ്രദേശങ്ങളുടെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ISA ആണ്. ഇതൊരു UN ബോഡിയാണ്. ഈ മിനറൽസിന്റെ മുകളിലെല്ലാം സർവിലൻസ് നടത്തുന്നത് ഇവരായിരിക്കും. അതായത് ഒരു രാജ്യത്തിൻ്റെ ജൂറിസ്ട്രിക്ഷനിൽ വരാത്ത പ്രദേശങ്ങളിലെ സർവലൻസ് നടത്തുന്നത് ഇവരായിരിക്കും. ഇന്റർനാഷണൽ സീബെഡ് അതോറിറ്റി ഇതിനോടകം ഏകദേശം 31ലധികം കോൺട്രാക്റ്റുകളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ 5 എണ്ണവും വാങ്ങി ലീഡിങ്ങിൽ നിൽക്കുന്നത് ചൈനയാണ്. ചൈനയ്ക്ക് ഇത്രയും വലിയ ഒരു പ്രദേശമാണ് മൈനിങ്ങിനായി ലഭിച്ചിട്ടുള്ളത്. അതായത് ന്യൂസിലൻഡിൻ്റെ വലിപ്പത്തിലുള്ള ഇത്രയും വലിയൊരു പ്രദേശം. ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ചൈനയുടെ കയ്യിൽ ഇന്ന് മെൻസിയാങ് പോലെയുള്ള അഡ്വാൻസ്ഡ് റീസർച്ച് വെഹിക്കിൾസും കൂടാതെ കൈറ്റുവോ 2 പോലെയുള്ള അഡ്വാൻസ് മൈനിങ് മെഷീൻസും ഉണ്ട്. ഇവയ്ക്ക് ഏകദേശം 4000 അടി ആഴത്തിൽ ഖനനം ചെയ്യാനും സാധിക്കും. ചൈന ISAയുടെ ഫ്രെയിംവർക്കിനുള്ളിലാണ് ജോലി ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവിടെ നിങ്ങൾക്ക് തെറ്റി.
പസഫിക് ഐലൻഡ്സുമായി ഇവർ വളരെ നല്ല രീതിയിലുള്ള റിലേഷനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പസഫിക് ഓഷനിൽ ഇവർക്ക് വളരെ വലിയ തോതിലുള്ള ഒരു അഡ്വാൻറ്റേജും ഡോമിനൻസും ഉണ്ട്. ഇതിനു പുറമെ ISAക്ക് ഏറ്റവും കൂടുതൽ ഫണ്ടിംഗ് നൽകുന്ന ഒരു രാജ്യം കൂടിയാണ് ചൈന. പണം കൊണ്ടും ടെക്നിക്കൽ സപ്പോർട്ട് കൊണ്ടും ISAയുടെ ഉള്ളിൽ വളരെ വലിയ തോതിലുള്ള ഒരു ഡോമിനൻസ് ഉണ്ടാക്കാൻ ഇവർക്ക് ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. മരീൻ കൺസർവേഷൻ പോലെയുള്ള വിഷയങ്ങളെപ്പറ്റി ഡിസ്കഷൻ നടത്താൻ പോലും ഇന്ന് ചൈന അവിടെ അനുവദിക്കുന്നില്ല. ഇവരുടെ പ്ലാൻ വളരെയധികം സിമ്പിളാണ്. ലാൻഡിലെ തന്നെ ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ 60%, പ്രോസസ്സിങ്ങിൻ്റെ 85 മുതൽ 90% ഡോമിനൻസും ഇവരുടെ കയ്യിൽ തന്നെയാണ്. ഇനി സമുദ്രത്തിലെ ഈ റിസോഴ്സസിലും തങ്ങൾക്ക് ആധിപത്യം ലഭിച്ചാൽ പിന്നീട് വരാൻ പോകുന്ന അമേരിക്കയിലെയും യൂറോപ്പിലെയും ഗ്രീൻ എനർജി ട്രാൻസ്ഫോർമേഷനും കൂടാതെ അവരുടെ മിലിറ്ററി ഡിഫൻസുമെല്ലാം ചൈനയിൽ റിലേ ചെയ്യപ്പെടും. അങ്ങനെ ചെയ്യപ്പെടുകയാണ് എങ്കിൽ ഇവരെയെല്ലാം ഒരു സപ്ലൈ ചെയിനിൽ ബന്ധിപ്പിക്കാൻ ചൈനയ്ക്ക് കഴിയും. ഇനി വരാനിരിക്കുന്ന ന്യൂ വേൾഡ് ഓർഡറിൽ അമേരിക്കയേക്കാൾ മുൻപിലാണ് ഇപ്പോൾ ചൈന നിൽക്കുന്നത്. ഇവിടെ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ സീബഡ് അതോറിറ്റിയുടെ മെമ്പർ പോലുമല്ല ഇന്ന് USA. അതായത് USA ഇതുവരെ UNCLOS-നെ റാറ്റിഫൈ ചെയ്തിട്ടില്ല. അമേരിക്ക ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അവർക്ക് അവരുടേതായ ലോസ് ക്രിയേറ്റ് ചെയ്യാനാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്തിരുന്നു. ഈ ഒരു ഓർഡറിൻ്റെ അണ്ടറിൽ USA തങ്ങളുടെ ഡൊമസ്റ്റിക് ലോ 1980 ഡീപ് സീ ബെഡ് ഹാർഡ് മിനറൽ റിസോഴ്സസ് ആക്ടിന്റെ സഹായത്തോടെ ഇന്റർനാഷണൽ വാട്ടർ ബോഡിയിൽ മൈനിങ്ങിന്റെ ലൈസൻസ് നൽകുകയാണ്. ഇന്ന് പല രാജ്യങ്ങളും ലീഗൽ എക്സ്പേർട്സും USA കാണിക്കുന്നത് ഇന്റർനാഷണൽ ലോസിന്റെ വയലേഷനാണെന്നാണ് പറയുന്നത്. അത് ഒരർത്ഥത്തിൽ ശരിയുമാണ്. തങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം എന്തെങ്കിലും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ. US നടത്തുന്ന ഈ ഒരു ഗെയിം രാജ്യങ്ങളുടെ കോഓപ്പറേഷനെയാണ് നശിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ പല രാജ്യങ്ങളും ഇൻഡിപെൻഡൻ്റ്ലി മൈനിങ് തുടങ്ങും. അതായത് സീബിഡ്സിനെ മുഴുവനായി ഡിസ്കവർ ചെയ്യാനായിരിക്കും അവരുടെ ലക്ഷ്യം. ഇത് കറണ്ട് ഇക്കോസിസ്റ്റത്തെ മുഴുവനായി ഇല്ലാതാക്കും. അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. താൻ എങ്ങനെയാണോ ഇപ്പോൾ സൂപ്പർ പവറായി നിലനിൽക്കുന്നത്, പല കാര്യങ്ങളിലും എങ്ങനെയാണോ താൻ കൺട്രോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്, അതുപോലെ തന്നെ സീയിലും തങ്ങൾക്ക് തന്നെയായിരിക്കണം കൺട്രോൾ. അമേരിക്കയുടെ ഈ ഒരു പ്രവണത മറ്റ് രാജ്യങ്ങളെയും മൈനിങ്ങിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കും. ഇത് ഞങ്ങളുടെ പ്രദേശമാണ്, അവരുടെ അഡ്വാൻറ്റേജിന് വേണ്ടി അവർ അവിടെ മൈനിങ് തുടങ്ങും. ഇത് പരസ്പര കലഹത്തിനും അതിനെ തുടർന്ന് വളരെ മാരകമായ യുദ്ധത്തിനും കാരണമാകും. ഈ ഒരു യുദ്ധം അമേരിക്കയുടെയും ചൈനയുടെയും ഇടയിൽ മാത്രമല്ല, മറിച്ച് റഷ്യ, ജപ്പാൻ, സൗത്ത് കൊറിയ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ വ്യത്യസ്ത രാജ്യങ്ങളും ഈ ഒരു മത്സരത്തിലുണ്ട്. ഈ ഒരു ഗ്ലോബൽ കോമ്പറ്റീഷനിൽ ഇന്ത്യയുടെ കാര്യവും എടുത്തു പറയേണ്ടതായി വരും. ഇന്ത്യയും ഈ ഒരു റേസിൽ പിന്നിലല്ല. തൻ്റേതായിട്ടുള്ളൊരു ഓട്ടോണമി ഉണ്ടാക്കിയെടുക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ചൈനയിൽ നിന്നും ഡിപ്പെൻഡൻസി ഒഴിവാക്കുക. ഇതിനായി ഇന്ത്യ ദ ഡീപ് സീ ഓഷൻ മിഷൻ എന്ന പേരിൽ ഒരു മിഷൻ ലോഞ്ച് ചെയ്യുകയാണ്. 4000 കോടി രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. ഇതിൻ്റെ ക്രൗൺ ജുവൽ എന്നത് മത്സ്യ 6000 ആണ്. അതായത് സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജി. 3 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമുദ്രത്തിൻ്റെ ഏകദേശം 6000 അടി ആഴത്തിൽ മൈനിങ് നടത്താൻ കഴിയുന്ന സൂപ്പർ സബ്മറീൻ. എന്നാൽ എന്നെ ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്ന ഏറ്റവും വലിയ കാര്യം, നമുക്ക് യാതൊന്നും അറിയാത്തൊരു പ്രദേശമാണ് ഡീപ് സീ. ഇങ്ങനെ ഒരു റേസ് നടക്കുമ്പോൾ അത് ഇപ്പോഴുള്ള കറണ്ട് എക്കോസിസ്റ്റത്തെ വളരെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക. ഓരോ മൈനിങ്ങും ഒരു മുഴുവൻ ഇക്കോളജി തന്നെ എന്നേക്കുമായി ഇല്ലാതാക്കും. നമ്മുടെ ഭൂമിയിലെ തന്നെ അൺഎക്സ്പ്ലോർഡ് ഏരിയ കൂടിയാണ് ഡീപ് സീ. ക്ലാരിയൻ സോണിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം 5000-ലധികം വ്യത്യസ്തങ്ങളാർന്ന സ്പീഷീസ് ആണ് ഇവിടെ ഉള്ളത്. ഇവയ്ക്ക് ഇവിടെ മാത്രമേ സർവൈവ് ചെയ്യാൻ കഴിയൂ. അങ്ങനെയുള്ളൊരു പ്രദേശത്താണ് നാം മൈനിങ്ങുമായി മുന്നോട്ട് പോകുന്നത്. ചെറിയ തോതിലുള്ളൊരു മൈനിങ് പോലും ഇവയെ എന്നേക്കുമായി ഇല്ലാതാക്കാം. അതായത് ഇവരുടെ എക്സിസ്റ്റൻസ് തന്നെ എന്നേക്കുമായി ഈ മൈനിങ്ങുകൾ കാരണം ഇല്ലാതാകും. ഡീപ് സീ ഒരിക്കലും ഒരൊറ്റ എക്കോസോൺ മാത്രമല്ല, ലാൻഡിനേക്കാൾ കൂടുതൽ ഡൈവേഴ്സിറ്റീസ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡീപ് സീ എന്നത് ഒരൊറ്റ എക്കോസോൺ ആയിട്ടാണ് നാം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഓരോ ട്രെഞ്ചിലും ഓരോ വ്യത്യസ്തങ്ങളാർന്ന എക്കോസിസ്റ്റത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ജീവിക്കുവാൻ വേണ്ടി മാത്രം ഡെവലപ്ഡ് ആയിട്ടുള്ള ജീവികൾ. ഈ ഒരു പ്രദേശത്തിനെയാണ് യാതൊരുവിധ അറിവുമില്ലാതെ നാം മൈനിങ്ങിന് വിധേയമാക്കുന്നത്. വ്യത്യസ്തങ്ങളാർന്ന കമ്പനികൾ ഫണ്ട് മുടക്കിയാണ് ഡീപ്പ് മൈനിങ്ങിന് വേണ്ടി തയ്യാറായിരുന്നത്. എന്നാൽ ഇതുപോലെയുള്ളൊരു സത്യം അവർക്ക് മനസ്സിലായതിനു ശേഷം ഇതിനെ മുഴുവനായി സപ്രസ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. ക്യാപിറ്റലിസ്റ്റ് ഇൻട്രസ്റ്റിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഡീപ്പ് മൈനിങ്ങുമായി മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്നാൽ ജൂൺ 2025 കൂടി തന്നെ ഡീപ് സീ മൈനിങ്ങിൻ്റെ മുകളിൽ ടെമ്പററി ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള 195 രാജ്യങ്ങളിൽ ഏകദേശം 33 രാജ്യങ്ങളോളം ഈ ഒരു ഡീപ് സീ മൈനിങ്ങിനെ ബാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ടെമ്പററി ഹോൾഡിങ്ങിൽ വെക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇത് വളരെ വലിയൊരു ഗുഡ് ന്യൂസാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ IUCNന്റെ നേതൃത്വത്തിലുള്ള അസംബ്ലി ഈ ഒരു മൈനിങ്ങിനെതിരായി ഒരു ഹോൾഡ് വെച്ചിരിക്കുകയാണ്. എത്ര കാലത്തേക്കാണോ ഡീപ് സീ മൈനിങ്ങിൻ്റെ എല്ലാ തരത്തിലുള്ള റിസ്കുകൾ നമുക്ക് മനസ്സിലാകാത്തത് അത്രയും കാലത്തേക്ക് ഈ മൈനിങ് നടത്തുകയില്ല. ഡീപ് സീ മൈനിങ് പോലെ വളരെയധികം ഇമ്പോർട്ടൻ്റായി ആക്ഷൻ എടുക്കേണ്ട ഒരു കാര്യം
കാര്യമാണ്. ഏതെല്ലാം രീതിയിൽ സമുദ്രത്തെയും അവിടെ ജീവിക്കുന്ന ജീവികളെയും മനുഷ്യർക്ക് നശിപ്പിക്കാൻ കഴിയുന്നുവോ അതിൻ്റെ പരമാവധി ഇപ്പോൾ നാം ചെയ്യുന്നുണ്ട്. ഈ ഒരു വിഷയത്തെപ്പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ പരമാവധി കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.